Good evening, all. Today, let us have a discussion on another important question. What is a novel? Explain its aspects. A novel is a creative artistic work. It can be defined as a piece of prose fiction which dramatizes a life with the help of characters and situation. A novel is an imaginary work that creates a world or a society with imaginary characters and incidences. അപ്പോൾ നോവൽ എന്ന് പറയുന്നത് ദിസ് ഈസ് ആൻ ആർട്ടിസ്റ്റിക് വർക്കാണ്. കൂടാതെ അല്ലെങ്കിൽ defined, a novel can be defined as a piece of prose fiction which dramatizes life with the help of characters and situation. അപ്പോൾ നോവൽ എന്ന് പറയുന്നത് this is an imaginary work ആണ് that creates a world or a society. അല്ല ഈ നോവൽ ഒരു ഇമാജിനറി വേൾഡ് അല്ലെങ്കിൽ ഒരു ഇമാജിനറി സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതും എങ്ങനെ വിത്ത് ക്യാരക്ടേഴ്സ് ആൻഡ് ഡിഫറെന്റ് ഇൻസിഡൻസസ് അല്ലെ. ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിഫറെന്റ് ഇൻസിഡൻസുകൾ ഉണ്ടായിരിക്കും. എവിടെ? ആ ഒരു ഇമാജിനറി സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇമാജിനറി വേൾഡിൽ. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോവൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഹാസ് മെനി എസെൻഷ്യൽ components or aspects. It means a novel must have some important elements to keep the interest of the readers and to make the story more realistic and appealing. അല്ലെ, അപ്പോൾ ഒരു നോവൽ ആവുന്ന സമയത്ത് it has to attract the attention of the readers. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആവണം അല്ലെ. നോവൽ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി റിയലിസ്റ്റിക് അല്ലെ. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ടു അപ്പീൽ ദ റീഡേഴ്സ് അല്ലെ. റീഡേഴ്സിനെ അപ്പീൽ ചെയ്യണം, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണോ അല്ലെ, റിയലിസ്റ്റിക് പിക്ചർ കിട്ടണമോ, അവിടെ എന്തുണ്ടായിരിക്കണം? ചില ആസ്പെക്ട്സുകൾ ഉണ്ടായിരിക്കണം, എലമെന്റ്സുകൾ ഉണ്ടായിരിക്കണം, കമ്പണൻസുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇൻ അതർ വേർഡ്സ് എ നോവൽ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഓർ ആസ്പെക്ട്സ് ലൈക്ക് തീം, plot, characterization, point of view and style. Okay, അപ്പോൾ നോക്കാം നമുക്ക്. Following are the aspects of the novel. First aspect എന്ന് പറയുന്നത് theme, second one plot, third one characterization, fourth one point of view, last one style. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, വൺ ബൈ വൺ ആയിട്ട് നോക്കാം. എന്താണ് ഓരോ ആസ്പെക്റ്റും മീൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് തീം. Theme is the central idea of a novel. Every novel is based on a theme or themes. In a novel, usually there will be more than one theme. Theme can be an argument or an issue. Death, love, friendship, revenge, etc. are some common themes in the novels. Example, the novel The Binding Wine is written based on the two important themes, death and rape. അല്ലെ, അപ്പം തീം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഐഡിയ ആണ്, ഒരു സബ്ജക്റ്റ് ആണ്, ഒരു ടോപ്പിക് ആണ് അല്ലെ. എവിടെ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഐഡിയ അല്ലെ, ഈ ഐഡിയ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് നോവല് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്, റൈറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി നമ്മൾ കാണാറുള്ള തീമിന് എക്സാമ്പിൾ ആണ് ഡെത്ത്, ലവ്, ഫ്രണ്ട്ഷിപ്പ്, റിവെഞ്ച് അല്ലെ. ഇതൊക്കെ ഒരു കോമൺ തീമാണ്. അതുപോലെ തന്നെ ദി ബൈൻഡിങ് വൈൻ അല്ലെ, ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെത്ത് ആൻഡ് റേപ്പ്. അപ്പൊ ആ ഒരു ക്യാരക്ടേഴ്സിനെയും ഇൻസിഡൻസ് എല്ലാം തന്നെ സ്ട്രക്ചർ ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി തീം. Next one, plot. Plot is the framework or outline of a story. In other words, a plot is a series of events or actions that make up a story. അപ്പം ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ദിസ് ഇസ് എ ഫ്രെയിംവർക്ക് ഓർ ഔട്ട്ലൈൻ അല്ലെ. നമ്മളൊരു പ്ലോട്ടിനോടൊപ്പം അഡീഷണൽ എക്സ്പ്ലനേഷൻസും അഡീഷണൽ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ കോമിക് ഇൻസിഡൻസുകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്റ്റോറി കിട്ടുന്നത് അല്ലെ. അപ്പൊ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ജിസ്റ്റ് ആണ് അല്ലെ, ഫ്രെയിംവർക്ക് ആണ്, ഔട്ട്ലൈൻ ആണ്.
Okay, in other words, a plot is a series of events or actions that make up a story. ഇപ്പൊ പ്ലോട്ട് എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള സീരീസ് ഓഫ് ഇവന്റ്സ് ആണ് അല്ലെങ്കിൽ ആക്ഷൻസ് ആണ് അല്ലെ. ഡിഫറെന്റ് ആക്ഷൻസുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് പ്ലോട്ട് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് അല്ലെ. അപ്പം ഈ സ്റ്റോറിയുടെ ഒരു പ്രത്യേകത, സ്റ്റോറിയും പ്ലോട്ടും വ്യത്യാസം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, സ്റ്റോറീസിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് അല്ലെ. പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും മെയിൻ പ്ലോട്ട് ആൻഡ് സബ് പ്ലോട്ട്. ഒരു സ്റ്റോറിയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ദി പ്രൊട്ടാഗണിസ്റ്റ് അല്ലെ. മെയിൻ ക്യാരക്ടറുടെ സ്റ്റോറീസിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റോറിയാണ് നമ്മൾ സാധാരണ പ്ലോട്ട് എന്ന് പറയാറുള്ളത് അല്ലെ. അതിന് സബ് പ്ലോട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ, മൈനർ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അവരുടെ സ്റ്റോറീസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഇതൊന്നും എന്തിന്റെ പാർട്ടല്ല, മെയിൻ പ്ലോട്ടിന്റെ പാർട്ടല്ല അല്ലെ. ഏതാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് എ ബിഗിനിങ്, എ മിഡിൽ ഓർ എൻ എൻഡിങ് അല്ലെ. പ്ലോട്ടാണ്, പ്ലോട്ടിന് ബിഗിനിങ് ഉണ്ടായിരിക്കും, there will be a middle and an ending. The development of a plot is connected with the characters, events and actions. അപ്പോൾ ഒരു പ്ലോട്ട് അല്ലെ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടായിരിക്കും, ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഇവന്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആക്ഷൻസ് ഉണ്ടായിരിക്കും. ഇൻ എ നോവൽ there will be two types of plots, main plot and sub plot അല്ലെ. അപ്പൊ ഒരു നോവൽ ആണോ, there will be two types of plot. ഏതൊക്കെ? Main plot and subplot. These two plots are interrelated or connected with the same theme. അപ്പൊ ടു പ്ലോട്ടുകൾ ഉണ്ടായിരിക്കും, മെയിൻ പ്ലോട്ട് ആൻഡ് സെവറൽ സബ് പ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. All these plots are interrelated or connected with the same theme. Let us take an example from the novel The Binding Wine. The main plot is about the Urmi's grief at the death of her little daughter അല്ലെ. ഇവിടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് മെയിൻ ക്യാരക്ടർ ഉറുമി അല്ലെ, അബൌട്ട് ഡെത്ത് ഓഫ് എ ലിറ്റിൽ ഡോട്ടർ അല്ലെ. അതാണ് എവിടെ ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. എന്നാലോ there are some other characters as well അല്ലെ, ലൈക്ക് മീര ആൻഡ് കൽപ്പന അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു സ്റ്റോറീസ്, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് എവിടെ വരുന്നത്, സബ് പ്ലോട്ടിൽ വരുന്നത് അല്ലെ. അപ്പൊ ഈ ദീസ് ടു സ്റ്റോറീസ് ആർ അല്ലെ, ഈ സ്റ്റോറീസ് ഓഫ് മീര ആൻഡ് കൽപ്പന ആൻഡ് ദെൻ ദ ഉറുമി അല്ലെ. ഈ ഒരു സ്റ്റോറീസ് ഒക്കെ കണക്ട് ചെയ്യപ്പെടുന്നത്, റിലേറ്റ് ചെയ്യപ്പെടുന്നത് ഏതാണ്, ഒരു തീമാണ് അല്ലെ. ഏതൊക്കെ? തീം ഓഫ് റേപ്പ് ആൻഡ് ഡെത്ത്. നെക്സ്റ്റ് വൺ, ക്യാരക്ടറൈസേഷൻ. Next aspect ആണ് characterization. Characterization is a representation of persons or individual in narrative and dramatic works. അപ്പോൾ characterization എന്ന് പറയുന്നത് representation ആണ്, presentation of persons or individual. അതും എവിടെ? in narrative or dramatic work. പെർഫോമിംഗ് ആർട്ടിലും അതുപോലെ തന്നെ സ്റ്റോറീസിലൊക്കെ ഇൻഡിവിജ്വൽസിനെ, പേഴ്സൺസിനെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു ആ രീതിക്കാണ് ക്യാരക്ടറൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഫോർ ഈച്ച് ക്യാരക്ടർ ദ റൈറ്റർ ഗിവ്സ് ഓർ ആട്രിബ്യൂട്ട് സം ക്വാളിറ്റീസ് that can be reflected in their actions. In other words, characterization is the description of characters' physical appearance, personality, point of view, പ്രൈവറ്റ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ് അല്ലെ. ഇതിന്റെ ഒക്കെ ഒരു ഡിസ്ക്രിപ്ഷനെയാണ് എന്ത് പറയുന്നത്, ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറൈസേഷൻ മീൻസ് ഡിഫറെന്റ് പേഴ്സൺസ്, ഇൻഡിവിജ്വൽസ് എവിടെ ഉണ്ടാവാറുണ്ട്, സ്റ്റോറീസിൽ ഉണ്ടാവാറുണ്ട് ആസ് എ ക്യാരക്ടർ അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഏതൊക്കെ, എന്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആവാം. ദാറ്റ് ക്യാൻ ബി അബൌട്ട് ഫിസിക്കൽ അപ്പിയറൻസ്, that can be about personality, that can be about point of view, that can be about their thoughts and actions. ഇതിന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യാരക്ടറൈസേഷൻ എന്ന് വിളിക്കുന്നത്. സം ക്യാരക്ടേഴ്സ് ആർ സോ പവർഫുൾ ആൻഡ് ദേ ആർ റിമെയിൻ in the memories of writers and audience അല്ലെ, സോറി റീഡേഴ്സ് ആൻഡ് ഓഡിയൻസ്. അപ്പൊ there are some characters, they are so powerful, കാരണം അവരുടെ ഒരു ക്യാരക്ടറൈസേഷൻ അത്രയും പവർഫുൾ ആണ്, പെർഫെക്റ്റ് ആണ് അല്ലെ. അപ്പൊ such a characters always remember അല്ലെ, remain in the memories of readers and writers. നോക്കുക, അത്തരത്തിൽ വരുന്ന ക്യാരക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് ഒലിവർ ട്വിസ്റ്റ് ഇൻ ചാൾസ് ഡിക്കിൻസ് നോവൽ ഒലിവർ Twist. Thomas Hardy's Tess in the Tess of the Tubervilles are memorable characters. Now let us move with another aspect, point of view.
Point of view is the way how a story is told. In other words, point of view is the way how story tells or narrate. അപ്പോൾ സ്റ്റോറി പറയുന്ന ഒരു രീതി വേ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. There are different ways of narrating a story. A story can be told first person narration or and third person narration. Stories can be told in first person narration or third person narration. First person narration is also known as first person point of view. Third person narration also known as third person point of view. Point of view basically can be divided into first person point of view and third person point of view. ഈ രണ്ട് point of view ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് പേഴ്സൺ നെറേഷൻ അല്ലെ, നെറേറ്റീവ് ടെക്നിക്കുകളൊക്കെ വേറെ ഒരുപാട് വരുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രണ്ട് ടോപ്പിക്കാണ്. ഫസ്റ്റ് പേഴ്സൺ നെറേഷൻ ഈസ് ദി വേ first person narration is one way of telling a story. In first person narration, a character himself tell his stories in the first person mode. First person narration or first person point of view എന്ന് പറഞ്ഞാൽ this is one way of telling a story. In first person narration പ്രത്യേകത എന്താ? A character himself tell his story. അപ്പം ആരാണ് ഫസ്റ്റ് പേഴ്സൺ നരേഷനിൽ ആരാണ് സ്റ്റോറി പറയുന്നത്? ക്യാരക്ടർ തന്നെയാണ് സ്റ്റോറി പറയുന്നത് അല്ലെ. ഇൻ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റർ ടെൽ ദ സ്റ്റോറി ബൈ യൂസിങ് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ഐ അല്ലെ. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റർ പ്രത്യേകത, ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂല് നെറേറ്റർ സ്റ്റോറി പറയുന്നത് എങ്ങനെ? ബൈ യൂസിങ് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ഐ അല്ലെ. അപ്പൊ ത്രൂ ഔട്ട് ദി ടെക്സ്റ്റ് അല്ലെ, ത്രൂ ഔട്ട് ദ സ്റ്റോറി നമുക്ക് ഏത് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ആയിട്ടുള്ള ഐ അല്ലെ. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ഐ, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി, ഷീ, ദേ അല്ലെ. ഇതൊക്കെയാണ് പ്രൊനൗൺസ്. അപ്പം throughout the novel, throughout the text, throughout this story എന്ത് നമുക്ക് കാണാൻ പറ്റും? ഫസ്റ്റ് പേഴ്സൺ pronoun ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദ ഓഥർ ടെൽസ് എ സ്റ്റോറി ബൈ യൂസിങ് ദി ക്യാരക്ടർ അല്ലെ. ആരാണ് കഥ പറയുന്നത്? ക്യാരക്ടർ തന്നെയാണ് കഥ പറയുന്നത്. ഹി ടെൽസ് ഹിസ് എക്സ്പീരിയൻസ് പ്ലേസിംഗ് ഹിംസെൽഫ് ആസ് ഐ throughout the narration. Let us have an example from the Gulliver's Travels by Jonathan Swift. നോക്കൂ നിങ്ങൾ, അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഗളിവേഴ്സ് ട്രാവൽസിന്റെ എക്സാമ്പിൾ ആണ്. ഐ ലേ ഡൗൺ ഓൺ ദി ഗ്രാസ്. കണ്ടോ? ഐ ലേ ഡൗൺ ഓൺ ദി ഗ്രാസ്. നോക്ക്, ആ ഒരു ക്യാരക്ടർ തന്നെയാണ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ. വിച്ച് വാസ് വെരി ഷോർട്ട് ആൻഡ് സോഫ്റ്റ്, വേർ ഐ സ്ലെപ്റ്റ് സൗണ്ടർ ദാൻ എവർ ഐ റിമെമ്പർ ടു ഹാവ് ഡൺ ഇൻ മൈ ലൈഫ്. കണ്ട, ഇവിടെ ഒക്കെ നോക്ക് നിങ്ങൾ, ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ആയിട്ടുള്ള ഐ യൂസ് ചെയ്ത് നോക്ക് നിങ്ങൾ അല്ലെ. ഇവിടെ ഐ യൂസ് ചെയ്തു അഗെയിൻ ഹിയർ അല്ലെ. അപ്പം ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഏത് യൂസ് ചെയ്യും? ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ആയിട്ടുള്ള ഐ ത്രൂ ഔട്ട് ദ ടെക്സ്റ്റിൽ യൂസ് ചെയ്യും. Here, first person point of view, the narrator is a main witness of incidences and events that happen in the story. നോക്കാം ഇനി third person narration or narrator. Third person narrator is the one point of view. It can be an omniscient or limited point of view. First person point of view already discuss ചെയ്തു. Second one ആണ് third person narrator. Third person narrator നോക്കി, third person narrator is the another point of view. It can be omniscient or limited point of view. അപ്പം third person narration can be divided into two. ഏതൊക്കെ? omniscient third person narrator and limited point of view. ഓക്കെ, അപ്പം ഇവിടെ നോക്കൂ, ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് omniscient
point of view എന്താ നോക്കാം നമുക്ക്. In the omniscient point of view, the narrator knows everything about the character and story. അല്ലെ, omniscient point of view ആണെങ്കിൽ, omniscient means knowing everything അല്ലെ. അപ്പം ഇവിടെ omniscient narrator ആണെങ്കിൽ എന്താ പ്രത്യേകത? He knows everything about the character and the story. അല്ലെ, ഈ ഒരു omniscient third person narrator ആണെങ്കിൽ he knows everything about the characters. അല്ലെ, ക്യാരക്ടേഴ്സിന്റെ തോട്ടുകള്, അവരുടെ പിന്നെ ഫീലിങ്സുകള്, മോട്ടീവ്സുകൾ, ഇതൊക്കെ ആർക്കറിയാം? omniscient third person narrator അറിയാം അല്ലെ. He knows everything about thoughts, feelings and motives of the characters in the story. The omniscient narrator is the one who is from the outside of the characters. അപ്പോൾ omniscient narrator ആണ്, he is not a character അല്ലെ, he is an observer അല്ലെ. അപ്പം ഈ ഒരു third person narrator എന്ന് പറയുന്നത് he is an observer ആണ്, he is not a character അല്ലെ. first person point of view ക്യാരക്ടർ ആയിരുന്നു നെറേറ്റർ ആയിട്ട് വരുന്നത്. തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂല് നെറേറ്റർ ഒരിക്കലും ക്യാരക്ടർ അല്ല, ബട്ട് ഒബ്സർവർ ആണ് അല്ലെ. ഒബ്സർവ് ചെയ്യുന്ന ആളെപ്പോഴും ഔട്ട്സൈഡർ ആയിരിക്കും അല്ലെ, ബൈ സംവൺ ഹു ഈസ് നോട്ട് ഐഡന്റിഫയബിൾ ആസ് ക്യാരക്ടർ ഇൻ ദി പ്ലോട്ട്. ദാറ്റ് ഈസ് നോൺ ആസ് തേർഡ് പേഴ്സൺ omniscient narrator. നോക്കൂ നിങ്ങൾ, ഇൻ തേർഡ് പേഴ്സൺ നെറേറ്റീവ് സ്റ്റോറി എ റൈറ്റർ യൂസസ് തേർഡ് പേഴ്സൺ pronoun he and she അല്ലെ. അപ്പം തേർഡ് പേഴ്സൺ നെറേറ്റീവില് യൂസ് ചെയ്യുന്ന രണ്ട് പ്രോനൗൺ ആണ്. നമ്മൾ ഫസ്റ്റ് പേഴ്സണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഐ അല്ലെ. തേർഡ് പേഴ്സണിൽ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് ഹി, ഷീ, ഇറ്റ് അല്ലെ. അപ്പൊ നമ്മള് സെക്കൻഡ് പേഴ്സൺ രണ്ടാമത്തെ ഒരാളോട് നമ്മൾ പറയാറുണ്ട് അവൻ, അവൾ, ഹി, ഷീ അല്ലെ, മൂന്നാമത്തെ ആളെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അതിനെ തേർഡ് പേഴ്സൺ എന്ന് വിളിക്കാനുള്ള കാരണം, തേർഡ് പേഴ്സൺ പ്രോനൗൺ. അപ്പൊ തേർഡ് പേഴ്സൺ point of view use ചെയ്യുന്നതാണ് he, she. Let us have a look at an example from the novel by Leo Tolstoy. ടോൾസ്റ്റോയുടെ നോവൽ എന്നുള്ളൊരു എക്സാമ്പിൾ ആണ്. നോക്കൂ നിങ്ങൾ, sometime she did not know what she feared. കണ്ടോ, sometime she, again she, what she desired. കണ്ടോ, again she, whether she feared or desired what had been or what would be. അപ്പൊ നോക്ക് നിങ്ങള്, അപ്പം ഈ ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ത്രൂ ഔട്ട് ദ ടെക്സ്റ്റ് ഏത് യൂസ് ചെയ്യും? തേർഡ് പേഴ്സൺ പ്രോനൗൺ ആയിട്ടുള്ള ഹി ഓർ ഷീ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ എ ലിമിറ്റഡ് omniscient പോയിന്റ് ഓഫ് വ്യൂ അല്ലെ. അപ്പൊ ലിമിറ്റഡ് omniscient പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ നോക്ക്, നെറേറ്റർ ഹാസ് ലിമിറ്റഡ് നോളജ് ഓഫ് വൺ ക്യാരക്ടർ. അപ്പോൾ ഈ ലിമിറ്റഡ് omniscient പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ നെറേറ്റർ ഹാസ് ദി നോളജ് ഓഫ് വൺ ക്യാരക്ടർ അല്ലെ. അപ്പം ആരെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ? ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് മാത്രമേ ആർക്കും ഉണ്ടാവുള്ളൂ. ലിമിറ്റഡ് ആണ് അല്ലെ, ലിമിറ്റഡ് നോളജ് ആണ്, ലിമിറ്റഡ് omniscient ആണ് അല്ലെ. എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഇൻസിഡൻസിനെ കുറിച്ചും ഈസ് നോട്ട് ഹാവിങ് എനി ഐഡിയ അല്ലെ. അപ്പം ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള നോളജ് മാത്രമേ ആർക്കുണ്ടാവുള്ളൂ? limited omniscient narrator. He doesn't know anything about other major and minor characters. Okay. Next aspect, style. Style means the way how the authors tells their story by using language and expressions. അപ്പം സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ the way ആണ് how authors tell the story by using language and expressions. അപ്പം സ്റ്റൈൽ എന്ന് പറയുന്ന കാര്യം ഡിറ്റർമിൻ ചെയ്യുന്നത് language and expression. Each writer has his or her own style. The style of a novel determined by choice of words, sentence structure, syntax and the use of figurative language. അപ്പോൾ ഒരു സ്റ്റൈൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ചോയ്സ് ഓഫ് വേർഡ്സ്, എത്തരത്തിലുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ എങ്ങനെ സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുന്നു അല്ലെ, എങ്ങനെ വേർഡ്സ്, വെർബ്, നൗൺസ് അല്ലെ, ഇതൊക്കെ എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഗ്രമാറ്റിക്കൽ കാറ്റഗറീസ് ഏത് യൂസ് ചെയ്യുന്നു, അത് ഫിഗറേറ്റീവ് ലാംഗ്വേജ് അല്ലെ. ഫിഗറേറ്റീവ് ലാംഗ്വേജ് മീൻസ് ബ്യൂട്ടിഫൈഡ് ലാംഗ്വേജ് ഓർ ഡെക്കറേറ്റീവ് ലാംഗ്വേജ് അല്ലെ, ഡെക്കറേറ്റഡ് ലാംഗ്വേജ്. ഏതൊക്കെ സിമിലി, മെറ്റഫർ അല്ലെ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ലാംഗ്വേജ് ബ്യൂട്ടിഫൈ ചെയ്യാറുണ്ട്. ഫിഗർ ഓഫ് സ്പീച്ചുകളും അല്ലെ, ലിറ്റററി ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പം എങ്ങനെ വേർഡ്സ് സെലക്ട് ചെയ്യുന്നു, ഏത് രൂപത്തിലുള്ള വേർഡ്സ് സെലക്ട് ചെയ്യുന്നു, എങ്ങനെ സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുന്നു, ഫിഗറേറ്റീവ് ലാംഗ്വേജ്.
ഡെക്കറേറ്റഡ് ലാംഗ്വേജ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് സ്റ്റൈലിനെ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആൻഡ് ഓതർ ഹാസ് ടു ബി മോർ കെയർഫുൾ അബൌട്ട് യൂസിങ് language in a novel. It must be appropriate and suitable for the characters. അപ്പോൾ ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യുന്നു അതാണ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, സ്റ്റൈലിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി അപ്രോപ്രിയേറ്റ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ദി ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പീപ്പിൾ ഫ്രം ദി വില്ലേജസ് അല്ലെ, വില്ലേജസിലുള്ള ആളുകൾ എന്ത് സംസാരിക്കും, ദേ ഹാവ് ടു ടോക്ക് ദി ലാംഗ്വേജ് ഓഫ് വില്ലേജ് പീപ്പിൾ അല്ലെ. അതുപോലെ തന്നെ ടൗൺ സിറ്റി പീപ്പിൾ, ഹൈലി റിഫൈൻഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് സംസാരിക്കണം, ദേ ഹാവ് ടു ടോക്ക് ഹൈലി പ്യൂരിഫൈഡ് ഓർ റിഫൈൻഡ് ലാംഗ്വേജ് അല്ലെ. എന്നാൽ വില്ലേജ് പീപ്പിളിൽ വരുന്ന ആളുകൾ, വില്ലേജേഴ്സ് അല്ലെ, ഫാമേഴ്സ് ഒക്കെ ഇങ്ങനെ നമുക്കറിയാം വില്ലേജസിലെ എക്സ്പ്രഷൻസും വേർഡ്സുകളാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതവിടെ പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി അപ്രോപ്രിയേറ്റ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ദി ക്യാരക്ടേഴ്സ്. Semi-illiterate characters have to talk the language of illiterate people. They are not supposed to talk a highly refined language. While depicting the rural people like the workers and the farmers, they have to use rural Indian expressions. This gives the characters a realistic touch. These are the primary components of a novel. The nature of all these aspects or components changes based on the writers. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ആസ്പെക്ട്സും എങ്ങനെ ചോദിക്കാം, ക്യാൻ ബി ആസ് എ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ. ഓരോ കമ്പണൻസും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബൈൻഡിങ് വൈൻ അല്ലെ, അതിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നോവലിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ആസ്പെക്റ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. എനിവേ, today let us stop here. Okay, goodbye, good night.